ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബുഗോണിയ എന്ന മൂവിയാണ്. 2025-ൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ക്രൈം സയൻസ് ഫിക്ഷൻ സിനിമ. കഥ ഇങ്ങനെയാണ്. തേനീച്ചകൾ കൊല്ലപ്പെടുന്നത് കോർപ്പറേറ്റ് ഭീമന്മാർ കാരണമാണെന്നും ഈ കോർപ്പറേറ്റുകൾ യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളാണെന്നും വിശ്വസിക്കുന്ന ടെഡി തന്റെ സുഹൃത്ത് ഡോണിനൊപ്പം ഇതിനെതിരെ പോരാടാൻ തയ്യാറെടുക്കുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അവർ ഒരു വൻകിട കമ്പനിയുടെ സിഇഒ ആയ മിഷേലിനെ ലക്ഷ്യമിടുന്നു. മിഷേൽ കരാട്ടയും ബോക്സിംഗും പരിശീലിക്കുന്ന കായികക്ഷമതയുള്ള സ്ത്രീയാണ്. ടെഡിയും ഡോണും മിഷേലിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ബോക്സിംഗ് അറിയാവുന്ന മിഷേൽ അവരെ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് അവർ അവളെ കീഴ്പ്പെടുത്തുന്നു. തലമുടിയിൽ GPS ട്രാക്കറുണ്ടെന്ന് സംശയിച്ച് അവർ അവളുടെ മുടി പൂർണ്ണമായും വടിച്ചുകളയുന്നു. മിഷേൽ അന്യഗ്രഹ ജീവിയാണെന്ന് ടെഡി ആരോപിക്കുന്നു. എന്നാൽ താൻ സാധാരണ മനുഷ്യസ്ത്രീയാണെന്ന് മിഷേൽ കരഞ്ഞു പറയുന്നു. ടെഡിയുടെ അമ്മ കോർപ്പറേറ്റുകളുടെ മരുന്നു പരീക്ഷണത്തിനിരയായി രോഗശയ്യയാണ്. അതിനുള്ള പ്രതികാരമായാണ് ടെഡി ഇതെല്ലാം ചെയ്യുന്നത്. ടെഡിയുടെ ഭ്രാന്തമായ പെരുമാറ്റം കണ്ട് ഡോൺ ഭയപ്പെടുന്നു. ഇതിനിടയിൽ പോലീസ് ഓഫീസർ കേസി അന്വേഷണത്തിനെത്തുന്നുണ്ടെങ്കിലും ടെഡി തന്ത്രപൂർവ്വം അവനെ ഒഴിവാക്കുന്നു. തന്നെ വിട്ടയച്ചാൽ ഡോണിനെ തന്റെ ബഹിരാകാശ പേടകത്തിൽ കൊണ്ടുപോകാമെന്ന് മിഷേൽ ഡോണിനെ വിശ്വസിപ്പിക്കുന്നു. ഇത് സത്യമാണെന്ന് കരുതിയ ഡോൺ ടെഡിയോട് മാപ്പ് പറഞ്ഞ് സ്വയം വെടിവെച്ചു മരിക്കുന്നു. ടെഡി വന്ന പോലീസ് ഓഫീസറെയും കൊലപ്പെടുത്തുന്നു. ടെഡ്ഡി ആരാണ് എന്ന് മിഷേൽ മനസ്സിലാക്കുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഡോൺ എന്താണ് പറഞ്ഞതെന്ന് ടെഡ്ഡി ചോദിക്കുന്നു. അമ്മയെ രക്ഷിക്കാനുള്ള മരുന്ന് തന്നെ കാറിലുണ്ടെന്ന് മിഷേൽ പറയുന്നു. ടെഡ്ഡി അത് വിശ്വസിച്ച് ആശുപത്രിയിലേക്ക് പായുന്നു. മരുന്ന് നൽകുന്നുണ്ടെങ്കിലും അമ്മ മരിക്കുന്നു. താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നോ എന്ന് ടെഡ്ഡി സങ്കടപ്പെടുന്നു. എന്നാൽ തിരികെ വരുമ്പോൾ മനുഷ്യരാശിയുടെ ചരിത്രത്തെക്കുറിച്ചും തന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചും മിഷേൽ വെളിപ്പെടുത്തുന്നു. ടെഡി വിശ്വസിച്ചിരുന്നതുപോലെ മിഷേൽ ശരിക്കും ഒരു അന്യഗ്രഹ ജീവി തന്നെയായിരുന്നു. മനുഷ്യർ ക്രൂരരും ഭൂമിയെ നശിപ്പിക്കുന്നവരുമായതുകൊണ്ട് അവരെ ഇല്ലാതാക്കി ഭൂമിയെ രക്ഷിക്കാനാണ് താൻ വന്നതെന്ന് അവൾ പറയുന്നു. ചന്ദ്രഗ്രഹണ ദിവസം അവർ മിഷേലിന്റെ ഓഫീസിലെത്തുന്നു. ബഹിരാകാശ പേടകത്തിലേക്ക് പോകാനായി ടെലിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ ടെഡിയെ ഒരു ക്യാബിനിൽ കയറ്റുന്നു. എന്നാൽ ബോംബ് പൊട്ടിത്തെറിച്ച് ടെഡി മരിക്കുന്നു. മിഷേൽ കാൽക്കുലേറ്റർ എടുത്ത് ക്യാബിനിൽ കയറുന്നു. ബഹിരാകാശ പേടകത്തിലേക്ക് അവൾ ടെലിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പേടകത്തിൽ വെച്ച് അവളുടെ തല മൊട്ടയടിച്ചതുകൊണ്ടാണ് നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതെന്ന് മറ്റ് അന്യഗ്രഹ ജീവികൾ പറയുന്നു. മനുഷ്യരിലെ എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടുവെന്നും വിജയശതമാനം 0% അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ചക്രവർത്തിയാണെന്ന് വെളിപ്പെടുത്തപ്പെടുന്ന മിഷേൽ അവർ ആവശ്യത്തിന് ജീവിച്ചെന്നും ഇനി തങ്ങളുടെ സമയമാണെന്നും പ്രഖ്യാപിക്കുന്നു. തുടർന്ന് അവൾ ഭൂമിയുടെ ഓസോൺ പാളി തകർക്കുന്നു. വിമാനങ്ങളിലും മാളുകളിലും സ്കൂളുകളിലും ബീച്ചുകളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള സകല മനുഷ്യരും തൽക്ഷണം മരിക്കുന്നു. എന്നാൽ തേനീച്ചകൾ മാത്രം ജീവിക്കുന്നു. സിനിമ അവസാനിക്കുന്നു. മനുഷ്യർ ഭൂമിയെ നശിപ്പിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ചിത്രമാണിത്. പല രീതിയിൽ നമുക്ക് ഈ ചിത്രത്തെ നോക്കിക്കാണാം. മറ്റൊരു ചിത്രവുമായി വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ